പിടിക്കില്ലേ സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളൊരു സന്തോഷ വർത്തമാനം പറയാൻ വന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇത്ര നാളും കാത്തിരുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ എന്നായിരുന്നു നമുക്ക് ജോലി? ഇന്നലെ എന്നായിരുന്നു നമ്മളെന്നാണേലും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, കാപ്പി കുടിച്ച് കഴിഞ്ഞല്ലേ, കാപ്പിയൊക്കെ കുടിച്ച്. ഇന്നലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്. ഇപ്പം എങ്ങും പോകാറൊന്നും ഇല്ലല്ലോ, ദൂരെ യാത്രകളൊന്നും ഇപ്പം നമുക്കില്ല, അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു റീല് കണ്ടത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ള പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നമുക്ക് ഈ പാട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ചേട്ടന് ഞാൻ പാട്ടൊക്കെ കേൾപ്പിച്ച് കൊടുത്തു. പാട്ടൊക്കെ കേൾപ്പിച്ചിട്ട് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പോവുക. അപ്പോൾ മൊബൈൽ സ്റ്റാൻഡ് എടുക്കാൻ കയറിയപ്പോൾ ചേട്ടൻ പറയുക, ചേട്ടൻ എന്നെ വിളിക്കുക, അതേ ഇങ്ങ് വന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ മൊബൈൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. അന്നേരം അപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇപ്പോൾ അമ്മച്ചിയാണെങ്കിൽ അടുക്കളയിൽ ചോറ് നിന്നുകൊണ്ട് ഫാമിലേക്ക് നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് തെരുതെറിയെന്ന് വാരി വായിലേക്ക് ഇടുക. അമ്മച്ചി മിണ്ടണില്ല. എന്നിട്ട് അതേ ചേട്ടൻ്റെ പേർക്ക് എന്നെ വിളിച്ചു, കുഞ്ഞാവ വന്നെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആട് പ്രസവിച്ച് നിൽക്കുവാണ് കേട്ടോ. ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചു. രണ്ടാമത്തെ കുഞ്ഞ് വന്നില്ല. ആ ഒരു കുഞ്ഞ് പ്രസവിച്ച് ഇങ്ങനെ താഴെ കിടക്കണം ചേട്ടൻ കാണുന്നത്. അങ്ങനെയാണ് കണ്ടത്. ചാടുന്നൊന്നും കണ്ടില്ലല്ലോ. തുടച്ചെടുത്തത് കണ്ടായിരുന്നോ? തുടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിളിച്ചത്. ഞാൻ വന്നപ്പോഴത്തേക്കും തുടച്ച് നല്ല സുന്ദര കുട്ടപ്പിയായിട്ട് കുഞ്ഞിങ്ങനെ കിടക്കുക നിലത്ത്. അടുത്ത ആട് നിൽക്കുന്നുണ്ട് താഴെ, കുഞ്ഞ് നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുക. ഈ പടത്തിലൊക്കെ കാണും പോലെ നല്ല ഭംഗിയായിരുന്നു. എൻ്റെ കയ്യിൽ അന്നേരം മൊബൈലുണ്ടായിരുന്നു, പക്ഷേ ഫോട്ടോയൊന്നും എടുത്തില്ല. കുഞ്ഞിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഇത്രയും ചെറിയ ആട്ടുകുഞ്ഞിനെയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വീട്ടിലൊക്കെ ആടിന് പെട്ടേനും കുഞ്ഞുങ്ങളെ വലുത് വാങ്ങും, വളർത്തി വലുതാക്കിയിട്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു. എൻ്റെ കുഞ്ഞുണ്ടായ കുഞ്ഞുങ്ങളെ നീ കണ്ടിട്ടുണ്ടോടാ? എവിടെ? ഫാമിലി പോയാ? ഉണ്ടാവണേ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇതെന്നാണ് ഈ ചൊറിഞ്ഞ് പൊട്ടി കുത്തി വെച്ചേക്കുന്നത്? എന്താ പറയാനുള്ള? ഒന്നും പറയാനില്ലേ? എന്ത് തോന്നി കണ്ടപ്പോ? നല്ല സന്തോഷം തോന്നിയില്ലേ? നമ്മുടെ ആട് പ്രസവിക്കുമ്പോൾ പിന്നെ നമുക്ക് സന്തോഷമല്ലാത്തില്ല. ഇങ്ങോട്ട് നോക്കി പറ. അല്ല, നിനക്കെന്താ തോന്നി കണ്ടപ്പോ? ഒരു കുഞ്ഞിന് വേണോ? ഏതിന് വേണ്ടേ? മുട്ടന് മതിയോ? ഓഹോ. എന്നിട്ട് വേണം. അവൻ ആട്ടുകുഞ്ഞിനെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ കുത്തി, 2 തവണ കുത്തി. കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത് ഈ ചെറുക്കനാള് ശരിയല്ല. കോഴിയും പറയും ആടും പറയും. കോഴിയൊക്കെ ഇവനെ കാണുമ്പോൾ ഓടും, ഒരു പടച്ചു ഒഴിച്ച്. എന്തോ അബദ്ധം പറ്റിയതാ കോഴിക്ക്. ചേട്ടൻ പറ ചേട്ടാ. ഞാനിപ്പോൾ എന്താ പറഞ്ഞു, ഇപ്പോൾ സംഗതി പ്രസവം നല്ല സുഖമായിട്ട് നടന്നു. ആടിന് രാവിലെ കുളിപ്പിച്ചു, തീറ്റ കൊടുത്തു. പ്ലാവലയാണ് ഉണക്കി വെച്ചേക്കണേ, അത് കൊടുത്തു. വെള്ളം കുടിച്ചു. രാവിലെ ഇന്നലെ ചൂടുവെള്ളം കുടിച്ചു. എല്ലാം പോയി. സംഗതി ഓക്കെ. ഇപ്പോൾ ആട് പഴയ രീതിയായി. കുഞ്ഞുങ്ങളടുത്ത് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇനി നമുക്ക് എക്സൈറ്റ്മെന്റ് കാണാലോ. ആദ്യം നമുക്ക് പ്രസവിച്ച ആട്ടുമാമേനെ കാണാം, പിന്നെ കൊണ്ടായ ആട്ടുമാമേനെ ആടുമ്പ. നമ്മുടെ പ്രസവിച്ച ആടുമ്പയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. നമ്മുടെ പ്രസവിച്ച ആടുമ്പ. ഇവളുടെ പേരാണ് സുനന്ദ. അതൊക്കെ ഞാൻ ഇട്ട്. സുനന്ദ അവള് ഇല തിന്നുന്ന തിരക്കില. ചേച്ചേ ഈ ചേച്ചിക്ക് ഉണക്കയില തിന്നണതാണ് ഇഷ്ടം. അവിടെ ഇല വെട്ടിയിട്ട് ഉണക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആട്ടുമ്പയുടെ 2 കുഞ്ഞുങ്ങളാണിത്. വെളുത്ത കുഞ്ഞ് മുട്ടനും കറുത്ത കുഞ്ഞ് പെട്ടെ. ചുണ്ടരന്മാരും ചുണ്ടരികളുമാണ്.
ശുണ്ടരന്മാരും ശുണ്ടരികൾ. ഇതൊരു ശുണ്ടരിപ്പെണ്ണാണ്, നല്ല ഉടക്കത്തിലാണെന്ന് തോന്നുന്നു. അതൊരു നല്ലൊരു ശുണ്ടരനാണ്, അവൻ ശുണ്ടരനാണ്, അവൻ ശുണ്ടരൻ. ആറ്റുമാമ അവൻ മുട്ടൻ കുഞ്ഞാണ് കേട്ടോ, ശുണ്ടരനാണ് ശുണ്ടരൻ. പിന്നെ ശുണ്ടരൻ കാലൊക്കെ നീട്ടി വെച്ച് കിടക്കുവാണ്. എന്നാണ് നമ്മളെ വീടിൻ്റെ ഇപ്പം ഇങ്ങോട്ട് മാറ്റിയത്. അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മളെ വീടിൻ്റെ ഇങ്ങോട്ട് കെട്ടി. ഇവിടെ ആകുമ്പോൾ മരമൊക്കെ ഉണ്ട്, നല്ല തണലൊക്കെ ഉണ്ട്. അവിടുത്തെ അത്രയും ചൂടില്ല ഇവിടെ. പിന്നെ ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നും ഞാനൊരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. പെയ്തായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഓ, അവൻ എടുക്കണ കണ്ടപ്പോഴത്തേക്കും അവളെ തല നീട്ടി കുഞ്ഞിനെ ഉമ്മ വെച്ച്. ശുനന്ദ, ഇതാണ് ശുനന്ദ. ഇവളുടെ മൂത്ത മോളാണ് അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞുമായിട്ട്. അവൾ കരയും. എൻ്റെ അമ്മേനെ കൊണ്ട് എങ്ങോട്ടാ പോണേന്ന് കുറച്ച് മുമ്പ് ചേട്ടനോട് ചോദിക്കണ കേട്ടു. ചേട്ടൻ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ മൂത്ത മോളോട്. ഇതൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. മൂത്ത മോള് പ്രായപൂർത്തിയായതാ. ഇന്നലെ കുടിക്കാൻ മടിയായിരുന്നു കറുത്ത കുഞ്ഞ്. രാവിലെ ഞാൻ നോക്കുമ്പോൾ 5 മണി കഴിഞ്ഞപ്പോൾ നോക്കി 5:30 അന്നേരം അത് കുടിക്കാൻ. ചേട്ടന് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോയി നോക്കുന്നു. ഞാനാണ് ഇന്നലെ ഒരു പുള്ളില്ലാത്തൊരു സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കുവാ. അതൊക്കെ അവിടെ കൊണ്ടേ ചേട്ടന് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഞാനാണ് ഇന്നലെ പോത്ത് പോലെ കിടന്നുറങ്ങി. ലേറ്റായിട്ടാ ഇന്നലെ, നമ്മൾ ലേറ്റായിട്ടല്ലേ കിടന്നേ? ആ എന്നാ ചേട്ടാ, എന്നാണേലും ഒരു കാര്യം ഭാഗ്യം ഉണ്ടായിട്ടോ. ആട് രാത്രിയൊന്നും അല്ല പ്രസവിച്ചത്. ആട് 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ആട് പ്രസവിച്ച്. 5:18 ആയപ്പോഴാണ് ഞാൻ നോക്കിയത് ടൈം. ഞാനോർത്ത് അങ്ങനെയാ. ചേട്ടൻ ഭയങ്കര ഓട്ടർണൽ കാണാൻ വേണ്ടി എക്സൈറ്റ്മെന്റിൽ ഇരിക്കുക. എന്നിട്ട് ബാക്കി പറ. നേരത്തെ പ്രസവിച്ചത് കൊണ്ട് നാളെ ഫ്രീ ആയി. ഇന്ന് പോയി ഇച്ചിരി പുല്ല് വെട്ടിയിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മള് ചേട്ടൻ ടിവിയുടെ മുമ്പിലായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടേ, ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകുന്ന. ആ കാര്യം എന്താന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ നമ്മൾ പറയാം. ചേട്ടനിപ്പോൾ ഓർക്ക് വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. എനിക്ക് രാവിലെ വൈകുന്നേരം വരാൻ രീതിയിൽ പോയാൽ മതി. ഒരു ദിവസം കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ അങ്ങ് പോവാം. ചേട്ടൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം സംഭവിച്ചാൽ ചേട്ടൻ എന്നെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം പോകാം. തിരുവനന്തപുരം പോയില്ലല്ലോ, അങ്ങ് പത്തനംതിട്ട വരെയെങ്കിലും ഒന്ന് പോയിട്ട് വരാം. എന്നാണേലും ചേട്ടൻ്റെ വോട്ടെണ്ണലൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ആട് നേരത്തെ പ്രസവിച്ചോണ്ട് നമുക്ക് എല്ലാ കാര്യവും കഴിഞ്ഞ് നമുക്ക് നേരത്തെ കിടക്കാൻ പറ്റിട്ടോ. പൊഞ്ഞ ഒരു ഉമ്മക്കെട്ടടാ. ആ നിലത്ത് നേരത്തെ പാല് കൊടുക്കടാ. എന്താണേലും ഓരോ അനുഗ്രഹം ഉണ്ടായിട്ടോ. കാരണം ആട് നേരത്തെ പ്രസവിച്ചത് കൊണ്ട് അതിൻ്റെ മാച്ച് പോകാനായിട്ട് കുറച്ച് 5-6 മണിക്കൂർ 3-4 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ മാക്സിമം ഒരു 3-4-5 മണിക്കൂർ എടുക്കും. നേരത്തെ പോകും. പക്ഷെ അത് നോക്കിയെന്നില്ലെങ്കിൽ ആട് അതെടുത്തിട്ട് തിന്നും. തിന്നു കഴിഞ്ഞാൽ പിന്നെ ആടിന് പാലുണ്ടാവില്ല എന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. 7 മണിയായിട്ടും ഞാൻ ഇരുന്നിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇരുന്നിട്ടേ ഇല്ല. ചേട്ടൻ ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ പോയി കോഴിക്ക് കൊടുക്കാൻ. അപ്പം ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. കറക്റ്റ് ചേട്ടൻ പോയി വന്ന സമയത്താണ് അവളുടെ മാച്ചി ഇങ്ങനെ വന്ന് തൂങ്ങിക്കിടന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേച്ചീനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീനെ വിളിച്ചായിരുന്നു, ചേട്ടൻ്റെ വൈഫിനെ. അപ്പോൾ ചേച്ചി പറഞ്ഞ് മാറ്റി വരുമ്പോൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു ഞാനൊരു തുണിയിട്ട് മൂടിയിടുമെന്ന് പറഞ്ഞു. ആട് തിന്നാതിരിക്കും. അന്നേരം പറഞ്ഞൊരു കോലെടുത്തിട്ട് തോണ്ടിക്കളഞ്ഞാൽ മതി, മാറ്റിയിട്ടാൽ എന്നിട്ടെടുത്ത് അതേ കുഴിച്ചിടണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പം അത് ലാസ്റ്റ് ഒരു ഉണ്ട പോലെ ഇങ്ങനെ തൂങ്ങി വരും, വലിയ കട്ടിയിൽ. 2 കിലോ ഉണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ ചാരം ഇട്ട് കൊടുക്കണം ആടിൻ്റെ മൂട്ടിൽ. അതുപോലെ കുഞ്ഞുങ്ങളുടെ പുക്കിൾക്കൊടിയിലൊക്കെ ആയിട്ട് ചാരം ഇട്ട് കൊടുക്കണം, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാനേലും പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പെണ്ണ് പ്രസവിച്ചിട്ട് ഈ പെണ്ണ് മിണ്ടിയില്ലാന്നേ. ഒരു കരഞ്ഞ പോലും ഇല്ലാത്തൊരു പെണ്ണാ. ചേച്ചിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ചേട്ടൻ്റെ പെങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നാ.
ഈ പെണ്ണ് എന്നിട്ട് പ്രസവിച്ചിട്ട് ഈ പെണ്ണ് മിണ്ടിയില്ല. ഇവള് പ്രസവിക്കുമ്പോൾ ഇവളൊരു അക്ഷരം മിണ്ടാതെയാ പ്രസവിക്കുന്ന. ഇവള് കരയാറ് പോലും ഇല്ലെന്ന് പറഞ്ഞേ. പതുക്കെയാണ് ഇന്നലെ പകല് പതുക്കെ ഞരങ്ങോ മൂളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഞരക്കോ മൂളലും ഉണ്ട്. പക്ഷെ ഇന്നലെ ഇച്ചിരി അവിടെ നിന്നോണ്ട് ഇങ്ങനെ കരയുന്ന രീതിയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കരയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ചാര ഇട്ട് കൊടുത്തു ചേട്ടൻ. ഈ കുഞ്ഞുങ്ങളുടെ പുക്കിൾക്കൊടിയിലും കൊടുക്കണം ചേട്ടാ ഇച്ചിരി ഇങ്ങനെ. അവന്റെ നോട്ടം നോക്കടാ, അവൻ നിന്നെ നോക്കി വെച്ചേക്കും ഇടിക്കൂട്ടട വളരുമ്പോ. ഒരു ഉമ്മ നോക്കട്ടെ, ഒരു ഉമ്മടെ എണ്ണ വേണേ. ഇത് കുളിപ്പിച്ചോ? ടീക്കാ ഇല്ല. ഏത് ഷാമ്പൂടെ വേണം? ഏത് ഷാമ്പൂ ഒന്നും കിട്ടുന്നില്ല. ആ പൗഡർ മറ്റേ റോസിന്റെ കമ്പനി ഇല്ലേ, ദോശന്റെ കമ്പനിയുടെ പൗഡറിന്റെ മണം വന്നിടാ നിനക്കാ. കുന്നിക്കള വിട്ട് കളറില്ല കുന്നിക്കള. ആ ഇറക്കി വിട. നിന്നോടാടാ താഴെ ഇടക്കില്ല, ഇറക്കി വിടറാ, ഇറക്കി വിടറാ, കുഞ്ഞിനെ ഇറക്കി വിടറാ. പിന്നെ ഞാൻ കാണട്ടെ. പിന്നെ അവിടെ മര്യാദ ഇരുന്നത് പട്ടിക്കുഞ്ഞ് തന്നെ കണ്ടു. അതല്ല, ആ കറുത്ത കുഞ്ഞുണ്ടായി വന്നപ്പോൾ ശരിക്കും പട്ടിക്കുഞ്ഞു പോലെ ഉണ്ടായി ഇങ്ങനെ നിലത്തേക്ക് വീണിങ്ങനെ ചെരിഞ്ഞ് കിടക്കണപ്പോൾ ശരിയൊരു പട്ടിക്കുഞ്ഞുണ്ടായി കിടക്കും പോലെ എനിക്ക് തോന്നിയത്. കൊടുക്ക, പാല് കുടിക്കട്ടേടാ പോയി. കുടിച്ചു കഴിഞ്ഞാൽ മര്യാദ. ആ ചെറുക്കാൻ എൻ്റെ കൊച്ചിനെ താടാം. ചെറുക്കനെ പാട് കുത്തി താഴേക്ക് ഇടും. ഇങ്ങനെ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. സുനന്ദേ അപ്പൊ അങ്ങനെ ഇല്ല 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 ഞാൻ വരുന്നില്ല. ഇല്ല പൊക്കോന്നേ, പോയിട്ട് വാ കൂടെ വന്നോളണം. ആ പിന്നെ അവിടെ നിന്ന് ആട് പ്രസവിച്ചപ്പോൾ ആ സമയത്ത് കുഞ്ഞുണ്ടായപ്പോഴത്തേക്കും കോഴികളെല്ലാം ചുറ്റുപാതി കാഴ്ച കാണേണ്ട തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ പിടിക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം തുണി എടുത്ത് കൊടുക്കാനും വെള്ളം ചൂടാക്കി കൊടുക്കാനൊക്കെ ഞാൻ ഓടി നടക്കുമായിരുന്നു. വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്തു, ഉപ്പിട്ട് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് കൊടുത്തു. ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമായിരുന്നു, അത് ഉപ്പിട്ട് കൊടുത്തു, അത് അവൾ കുടിച്ചു. പിന്നെ മനുഷ്യനെ പോലല്ല, മൃഗങ്ങൾക്ക് ദൈവം അതിൻ്റേതായ ഒരു കഴിവ് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ. ആരും ഇല്ലേലും ഒന്നും ഇല്ലേലും പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തമായിട്ട് നക്കിയെടുത്ത് തുടച്ചെടുത്ത് വൃത്തിക്ക് ആക്കിയെടുക്കാനൊക്കെ ആയിട്ട് എൻ്റെ ശുനന്ദ നിൽക്കണമാണ്. എൻ്റെ ശുനന്ദപ്പെണ്ണ ഞാൻ ഉമ്മ കൊടുത്ത് വളർത്തണം എണ്ണ അത്. പിന്നെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് കീറി പകുതിയും കൊണ്ടെല്ലാം തുടച്ച്, പിന്നെ അടുത്ത കുഞ്ഞ് വന്നപ്പം അതിനെയും തുടച്ച് എല്ലാം നല്ല സെറ്റപ്പാക്കി. പിന്നെ മണ്ണിയെ നിർത്തിയേക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കാലം ഉറയ്ക്കണമെങ്കിൽ മണ്ണിയെ നിർത്തണം എന്നാ. അപ്പോൾ മണ്ണിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ ഓടിച്ചാടിയൊക്കെ നടക്കും. കൂട്ടിയെ നിർത്തിയാൽ അത്ര സ്പീഡ് കിട്ടത്തില്ല, വഴുവഴുക്കലുണ്ടാകും. ഇവർ ആടൊക്കെ മൂത്രമൊക്കെ ഒഴിക്കണോണ്ടൊക്കെയുള്ള വഴുവഴുക്കലുണ്ടാകും. അത് ആടാ അല്ല അത് കാക്കയാണോ ചെങ്ങാലറിയനാണോ നോക്കട്ടെ. നമ്മുടെ കുഞ്ഞാപ്പൂവിനും പൊക്കിക്കൊണ്ട് പോകും ചിലപ്പോൾ. അത് കാക്കയാ. കാക്കേനെ പേടിക്കണ്ട, ചെങ്ങാലേറിയനെ പേടിച്ചാൽ മതി. കാക്ക ആളൊരു മാന്യന. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായി. ഇതൊക്കെ എനിക്ക് പുതിയ പുതിയ കാഴ്ചകളാണ്. കാരണം എല്ലാവരും പറയും പോലെ വേറൊരു ലൈഫ്, ന്യൂ ലൈഫ് ഒക്കെയാണ് കേട്ടോ. അതാ ഇനിയിപ്പോൾ ഈ പൊട്ട് കുത്തിയേക്കണ കണ്ടുകൊണ്ട് വലിയ പൊട്ടാ, കുഞ്ഞു പൊട്ട് കുത്താൻ പറഞ്ഞ് കമൻറ്റ് വന്നേക്കല്ലേ. കാരണം ഞാൻ റീൽസിന് വേണ്ടി ഇപ്പോൾ തൊട്ടാണ്. പിന്നെ എനിക്ക് വലിയ പൊട്ട് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കയറ്റിയൊക്കെ തുറന്ന ഇഷ്ടം. പണ്ടത്തെ ആൾക്കാരെ പോലെ വലിയ പൊട്ട് തുറന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ലൈഫിലെ ഓരോരോ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു വലിയ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. പക്ഷേ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, എൻ്റെയും ആൻസിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഞാൻ നിങ്ങളിങ്ങനെ കാണിച്ചു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇതേണ്ട തനിയെ മുളച്ച് വന്ന ഒരു പേരയാണ്. പിന്നെ ഇവിടെ പ്രാണിയുടെ 4 മക്കളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങും. ആ കുഞ്ഞുങ്ങളെ ആ പൂച്ച എണീപ്പിക്കും. പാല് ചൂടാക്കി തരാട്ടാ. ഞാൻ പാല് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആ കുഞ്ഞു പൂച്ചേനെ നോക്കുക. ഈ പൂച്ചയ്ക്ക് എന്നാ പറ്റിയെന്ന്. കുഞ്ഞുങ്ങളുടെ നല്ല നീല കണ്ണായി, വെള്ള കുഞ്ഞുങ്ങളുടെ നല്ല ബ്ലൂ ഐസ് കണ്ട. ആരപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞേ. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അതിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പെങ്ങൾ നോക്കുമെന്ന് വിചാരിച്ച്
കൊണ്ട് കളഞ്ഞായിരിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പൂച്ചേനെ വളർത്തിയാൽ നമ്മൾ തന്നെ നോക്കിക്കൊള്ളണം. ഇങ്ങനെ കൊണ്ട് കളഞ്ഞ് മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ടും നോക്കി കുറേ പൂച്ചയെ വളർത്തിയാൽ നമുക്ക് നമ്മുടെ അയൽപക്കത്തൊക്കെ ദോഷമല്ല. പൂച്ചേനെ പൂട്ടിയിടാൻ പറ്റില്ല, അടുത്ത വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമല്ലേ. പൂച്ചയെ വളർത്തുന്നവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാനും ബാധ്യസ്ഥരായിരിക്കണം, അല്ലാതെ കൊണ്ട് കളയാനൊന്നും പാടില്ല. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം, കുറച്ചൊക്കെ വളർത്തി വലുതാക്കിയിട്ട്. ചേട്ടൻ പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു, വെച്ചു പോണു. ചേട്ടൻ തന്നെ എല്ലാ ജോലിയും ചെയ്യും. വേണ്ട, കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങി പോണോ. ആ പ്രാണീനെ എല്ലാം മൂത്രം ഒഴിക്കാനും പറഞ്ഞു വിടാ. അടയ്ക്ക പ്രാണി ഇറങ്ങി പോകണമെന്ന് പറയുകയും ചെയ്യും, പ്രാണി ഇട്ട് പോവുകയോ ഇല്ല. ഓ കിടക്കുവാടാ, ശല്യം ചെയ്യല്ലേ. അമ്മയുടെ കൂടെ എനിക്ക് പോകണമെന്നും പറഞ്ഞു. കണ്ണ് ബ്ലാക്ക്, അതിന്റെ കണ്ണ് നീലത്, അതിന്റെ കണ്ണ് നിന്റെ കണ്ണ് ബ്ലാക്ക്. ആഷ് അല്ല, ഇത് നീല, അത് നീല. ഒരെണ്ണം പച്ചയുണ്ട്, പച്ചവള. ഇത് നീല. ഈ ചെറുക്കൻ്റെ തല കാരണം ഒന്നും കാണാൻ മേല. പ്രാണി നോക്കണ ശരി പൂച്ചക്കണ്ണ്, പ്രാണിയുടെ ശരി പൂച്ചക്കണ്ണ്. എന്നാ ആട്ടുമാമനെ പോലെ എടുത്തോണ്ട് എടുക്കണം. എടാ ഇത് മറ്റേ പൂച്ചെടി ആണോടാ? എടുത്തോണ്ടേ പോവാ. ആ ആണോ അത്? അല്ല, മറ്റേ പൂവുണ്ടാവാത്ത തന്നെ. പൂവൊക്കെ ഉണ്ടായപ്പോ പോയതേ. പനീതാ കുഞ്ഞെ, പനീതാ കുഞ്ഞെ. ഇളക്കല്ലടാ പ്രാണി. പണിയാണെന്ന് നോക്കില്ല. ഓ ഒരു ചേട്ടായുടെ കൈ കയറിയിരിക്കണം എൻ്റെ ഗമ. തുറക്കണ്ട, അവള് കുറച്ചേരം വെളിക്ക് നടക്കട്ടെ. ആ അല്ല, അവള് പോയി വല്ല മൂത്രമൊക്കെ ഒഴിക്കട്ടെ. 10 മണിപ്പൂ ഉണ്ടായി നിൽക്കണ കണ്ടോ. നമ്മൾ വാഗക്കാട് പോയപ്പോൾ അവിടെ മഞ്ജുവിൻ്റെ തോമസൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മണമൊന്നുമില്ലേ? ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ടാ, മണ്ണൊക്കെ ഇട്ട് ചേട്ടൻ നിരത്തി, മണ്ണൊക്കെ ഇട്ട് നിരത്തി. പിന്നെ ഈ ഒരു ചാമ്പ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ഒത്തിരി ആഗ്രഹിച്ച്, ഇത് പണ്ടപ്പള്ളി എൻ്റെ വീട് വിൽക്കണതിന് മുമ്പുള്ള ചാമ്പ. ഞാൻ ജനിച്ച് വളർന്നപ്പം കഴിച്ചുകൊണ്ടിരുന്ന ചാമ്പങ്ങയുടെ തൈ, അത് വാഴക്കാട് കൊണ്ടുപോയി ഒരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചാമ്പ നട്ടു, ആ ചാമ്പയിൽ ചാമ്പങ്ങ ഉണ്ടായി. ഞാൻ എന്നാലും ചാമ്പങ്ങ അതിൽ ഉണ്ടാവാറില്ല, അങ്ങനെ 1-2 ഉണ്ടെങ്കിൽ അതിൽ കുരു ഉണ്ടാവാറില്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് പോയ അന്ന് അതിൻ്റെ ചൂട്ടിൽ കുറേ ചാമ്പത്തൈ മുളച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞാനത് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിനിപ്പോൾ ചട്ടിയിൽ അന്നേരം അങ്ങ് പിടിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മണ്ണിൽ വെക്കണം. പിന്നെ മണ്ണ് കുറച്ച് എനിക്ക് ചട്ടിയിൽ ചെടിയോ എന്തെങ്കിലുമൊക്കെ വിത്തൊക്കെ നടാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് വിത്തൊക്കെ നടണം, മണ്ണൊക്കെ എടുത്ത്. പൂച്ചെടി നന്നായിട്ട് നട്ട് വളർത്തും ചേട്ടൻ, പച്ചക്കറിയേക്കാളേറെ അല്ലെങ്കിൽ മരങ്ങളെക്കാളൊക്കെ ഏറെ. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇതാണ് കിണറും, കിണറും വീടും മൊത്തത്തിലുള്ളൊരിത് സ്ട്രക്ചർ ഇതാണ് വീടിൻ്റെ. മരമൊന്നുമില്ല കേട്ടോ, 2 തെങ്ങേ ഉള്ളൂ നമുക്ക്. അതൊരു തെങ്ങ്, ഇതൊരു തെങ്ങ്, അല്ലാതെ വേറെ മരങ്ങളൊന്നുമില്ല. മരങ്ങളുണ്ടായിരുന്നൊക്കെ വെട്ടിക്കളഞ്ഞത്. പറമ്പ് ഫുള്ളായിട്ട് ഇത് റബ്ബർ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു പേര തന്നെ വളർന്നതാണ്. ഇനി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ സെറ്റപ്പ് ആക്കിയിട്ട് വേണം ഇതിൽ പേരയ്ക്കൊക്കെ ഉണ്ടാകട്ടെ. നമ്മൾ നട്ട പേരയിൽ പേരയ്ക്ക ഉണ്ടായി, പക്ഷേ ഈ ആടിൻ്റെ മൂത്ത മോളത് കടിച്ചു. ആ അപ്പോൾ മൊത്തം എത്രയായി? ആദ്യം 4 പിന്നെ 1. മൊത്തം. നിനക്ക് മുട്ട കിട്ടിയോടാ? ഇതിപ്പോൾ കൂട്ടിന്നാണോ കിട്ടിയേ? അതിനകത്ത് അവള് കയറി ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആ അത് കിട്ടിയോ? പിന്നെ ഇപ്പം അവിടെ നോക്കിയായിരുന്നോ? എടാ എന്നാ അവിടെ നോക്കടാ, അവിടെ പെട കയറി ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് നോക്കിയാടാ മുട്ട ഉണ്ടോന്ന്. കുഞ്ഞുങ്ങളെ, കക്കര കുഞ്ഞുങ്ങളെ, ഇനി പോമനിക്കാനായിട്ട് 2 പിള്ളേരും കൂടെ. വാവ്,
ചേട്ടനാണ് പ്രസവമൊക്കെ എടുത്തത്. കോഴിയുടെ പ്രസവം എടുത്തു. ഒരു കോഴിമുട്ടയ്ക്കകത്തുനിന്ന് പൊട്ടിച്ചൊരു കുഞ്ഞിനെ പുറത്തെടുത്ത് കോഴിക്ക് കൊടുത്തു. പിന്നെ ഇപ്പോൾ ആടിൻ്റെ പ്രസവം എടുത്തു. ഡോക്ടർ ജാക്സൺ ഓടിപ്പോയി മരുന്നൊക്കെ ഹോസ്പിറ്റലിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരും. കോഴിക്ക് വേണ്ടി, ആടിന് വേണ്ടിയൊക്കെ. അതിനൊന്നും ഒരു മടിയില്ല കേട്ടോ, ഓടി പൊക്കോളാം ആശുപത്രിയിലേക്ക്. ചേട്ടൻ ഇങ്ങനെയാ, ഒരു പണി അതിനിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ചുമ്മാ അങ്ങ് ചെല്ലുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ അപ്പം തന്നെ എടുത്ത് ഇപ്പം അതെ അടിച്ചു കൂട്ടുന്നു പുല്ലുകളൊക്കെ. ഇതാണ് ചേട്ടൻ. എന്തിനാ? ഓ ആ ആര് ചേട്ടനോ? പ്രസവം എടുക്കണ മന്ത്രിയോ? എന്തൊക്കെയായി പറയുന്നേ? പ്രസവം എടുത്ത് വട്ടായ. ആ ഇതെന്നാടാ ഈ ഇതിനകത്ത് പൊട്ടിപ്പോകൂലടാ? അതെ, അവനൊരു മുട്ട കിട്ടി. നമ്മുടെ താറാക്കുഞ്ഞുങ്ങളൊക്കെ വലുതായി. ക്വാക്ക് എന്ന് കരഞ്ഞു തുടങ്ങി. താറാക്കുഞ്ഞുങ്ങൾ എങ്ങനെ കരയും? ക്വാക്ക്. താറാമേ എടാ, താറാമേനെ ഒരു മിനിറ്റ് ചീത്ത പറഞ്ഞിട്ട് പോയുള്ളൂ. ഞാൻ ഓർത്ത് ദേ കിടക്കുന്ന എന്ത് സാധനമാണ്. കോഴിയുടെ തല മാത്രമേ കണ്ടുള്ളൂ. കോഴീനെ അവര് ഭയങ്കര തീറ്റയാണ്. ഇതൊക്കെ ഇവനൊരു പുതിയ കാഴ്ചയാട്ടം കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, താറാക്കുഞ്ഞൊക്കെ. ഇതൊക്കെ കണ്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്നത് ഇവനാ. എടാ, ഇവന് ഇച്ചിരി ഡോഗ് ഫുഡ് എടുത്ത് കൊടുത്തേടാ. കാല് വെട്ടാനോ? ആരാ? എടാ നീ അത് എടാ അത് കൊടുക്ക. ഇവന് ഇച്ചിരി ഡോഗ് ഫുഡ് കൊടുക്കടാ. വിയർക്കുവാ. ഇപ്പൊ ഇച്ചിരി ഫുഡ് കൊടുക്കട്ടെ, കൊടുക്കാം. അവനെ മോളിൽ കയറ്റടാ. അവൻ്റെ കാല് വെട്ടാൻ പോവാന്ന്. വെള്ളവും ഇല്ല അല്ലേ? വെള്ളം കൊടുക്കണം. വെള്ളം ഇപ്പം കൊണ്ടുവരൂ കേട്ടോ. എനിക്ക് പറ്റില്ല. പൂച്ച മീനുണ്ടോ നോക്കാൻ പോകും. ഇന്നലെ വെട്ടിയിട്ടടുത്ത് അവന് ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം പറയാൻ വേണ്ടി നമ്മൾ വന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോയ്ക്ക് ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.